4,000 കോടി രൂപ ചെലവിട്ട 3 വൻകിട പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കുന്നത്. കൊച്ചി ഷിപ്പ്യാർഡിലെ ഡ്രൈ ഡോക്ക്, രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, IOCയുടെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കൊച്ചി കപ്പൽശാലയിൽ 1,800 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ന്യൂ ഡ്രൈ ഡോക്ക് മാരിടൈം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈഭവവും പദ്ധതി നിർമ്മാണ വൈദഗ്ധ്യവും വ്യക്തമാക്കുന്നതാണ്. മാരിടൈം ഷിപ്പിംഗ് മേഖലയിൽ ആഗോള ഹബ്ബായി ഉയരാൻ ഇവ കൊച്ചിയെ സഹായിക്കും. 70,000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ, കേപ്പ് സൈസ് ആൻഡ് സൂയിസ് മാക്സ് ഉൾപ്പെടെയുള്ള കൂറ്റൻ ചരക്ക് കപ്പലുകൾ, NNG കപ്പലുകൾ തുടങ്ങിയ വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നതിന് ഇതിന് ശേഷിയുണ്ട്. ദീർഘകാല എതിർപ്പുകൾ അതിജീവിച്ച് പൂർത്തിയാക്കിയ 15,400 ടൺ സംഭരണ ശേഷിയുള്ള പുതുവൈപ്പ് കേരളത്തിലെ ആദ്യ LPG ഇറക്കുമതി ടെർമിനലാണ്. 1,236 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പദ്ധതി പൂർത്തിയായതോടെ LPGക്കായി മംഗളൂരു ഹിന്ദുസ്ഥാൻ പെട്രോളിയം ടെർമിനലിനെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം. മംഗളൂരുവിൽ നിന്ന് വരുന്ന കൂറ്റൻ ബുള്ളറ്റ് ടാങ്ക് ലോറികളെയും ടാങ്കർ അപകടങ്ങളും അന്തരീക്ഷ മലിനീകരണവും റോഡ് തകർച്ചയും കുറയും. Now we have developed such an ecosystem at Cochin and under Cochin Shipyard Limited that even the biggest warship can also be built in India. That is the power of Make in India, Atmanirbhar Bharat. And this is not only a question of building a ship, but also developing a huge ecosystem, developing skill development, creating employment opportunity directly and indirectly, and also encouraging the MSME sectors and all other facilities related to shipbuilding and ship repairs. വില്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ 42 ഏക്കർ ഭൂമിയിലാണ് 970 കോടി രൂപ ചിലവിൽ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമായ ISRF ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയെ ഒരു ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. തുറമുഖ ഷിപ്പിംഗ് വാതക മേഖലയിൽ രാജ്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്ന കേന്ദ്ര നയത്തിന്റെ ചുവടുപിടിച്ചാണ് കൊച്ചിയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ. അമൃത ന്യൂസ്, കൊച്ചി.